എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ദോശയുടെ കൂടിയും ഇഡ്ഡലിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചമ്മന്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തേങ്ങയാണ്. എന്നാൽ ഈ ചമ്മന്തി അരയ്ക്കാൻ നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തേങ്ങയല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, കടലപ്പരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കടലപ്പരിപ്പ് നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. സ്പ്ലിറ്റ് കടല, നമ്മൾ സാധാരണ കടലപ്പരിപ്പ്, അതാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എല്ലാ ചമ്മന്തിക്കും ആവശ്യമുള്ളതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ഒരു 2-3 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. അപ്പോൾ എൻ്റെ ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇച്ചിട്ട് നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളകോട് ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കടലപ്പരിപ്പൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കേണ്ട, ജസ്റ്റ് പാത്രത്തിലോട്ടിട്ട് നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ അത് നന്നായിട്ട് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും കൊണ്ട് ഇതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് 1 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം. അത്രയേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് വരാം. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് റോസ്റ്റായിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിരുന്നു. അത് ജസ്റ്റ് 1 മിനിറ്റ് നേരം അതിൻ്റെ ആ പച്ചമണം മാറണം വരെ മാത്രം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുക്കാൻ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് തണുത്ത് കിട്ടും. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി. അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തേങ്ങ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പം ഇതിനകത്തേക്ക് തേങ്ങയൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രം ഇട്ടാണ് അരയ്ക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഞാൻ നല്ല പേസ്റ്റ് പോലെ ഇപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വരാൻ പോവാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മുടെ ഈ കടലപ്പരിപ്പ് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞാൽ തേങ്ങ ചമ്മന്തി ആണെന്നേ പറയത്തുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനിയിപ്പം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് വറുത്തിട്ട് ഇതുകൂടെ അതിനകത്തോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് വറുക്കാൻ വേണ്ടി വെള്ളം ഇട്ട് കൊടുക്കുക. കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഞാനിപ്പോഴത്തെ ഇതിനകത്ത് ഉള്ളി ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും അരിഞ്ഞതിനകത്ത് കടുക് വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമേ ഇട്ട് കടുക് വറുക്കുന്നുള്ളൂ. എന്നിട്ട് കടുക് പൊട്ടി നന്നായിട്ട് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ഈ ചമ്മന്തിയും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ കടലപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ളതായിട്ടാണ് നമ്മുടെ ഈ ചമ്മന്തി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് നല്ല വെള്ളമായിട്ടുള്ള ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഉപ്പൂടെ നോക്കണം. നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ് നമ്മളത് അരച്ചെടുത്തത്. എന്നിരുന്നാലും വെള്ളം ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറവായിട്ട് തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പൂടെ നോക്കി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ? നല്ല കട്ടിയുള്ള കൊഴുത്ത ചമ്മന്തിയാണ്. കണ്ടില്ലേ? തേങ്ങ ചമ്മന്തി പോലെ തന്നെ നല്ല കൊഴുത്ത ചമ്മന്തി നമുക്ക് ഇത് കടലപ്പരിപ്പ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നല്ല കൊഴുപ്പ് വേണ്ട, ഇച്ചിരി വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കട്ടി കുറച്ചെടുക്കാം. അതായത് ഇച്ചിരി വെള്ളമായിട്ട് തന്നെ നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നമുക്ക് ഇതിൻ്റെ കൊഴുപ്പൊന്ന് മാറ്റിയെടുക്കാം. അതായത് വെള്ളമായിട്ട് നീട്ടി വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ആദ്യം തിളയ്ക്കാൻ വേണ്ടി നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഇഡലിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയും. ശരിക്കും നമ്മുടെ തേങ്ങാ ചമ്മന്തിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഈ രീതി വേണമെങ്കിൽ നമുക്ക് ചമ്മന്തി തയ്യാറാക്കി നമുക്ക് ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ഇഡലിയുടെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ഇതേപോലെ ചമ്മന്തി തയ്യാറാക്കി നോക്കുക.
അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.